റജി ലൂക്കോസ്, നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നേരത്തെ ഇപ്പോൾ പ്രകാശ് മാസ്റ്റർ പറഞ്ഞു നിർത്തിയത്, ജോൺ ബ്രിട്ടാസ് അതേ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ സൂചിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ഈ അർത്ഥത്തിൽ ബി ജെ പിയുമായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വരെ പാലമിട്ടു. ഇന്നിപ്പോൾ UDF വിപുലീകരണം, PV അൻവർ, CK ജാനു, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. CK ജാനുവും വിഷ്ണുപുരവും BJPയുടെ അലയൻസിൽ നിൽക്കുന്നവരാണ്. അവരെയാണ് ഇവിടെയും മുന്നണി വിപുലീകരണത്തിന് കൂട്ടാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി പുറത്ത് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, അതായത് മറ്റൊരു ബന്ധത്തിൽ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി കൂടെ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ പരസ്യമായി പറഞ്ഞിട്ടില്ല. പരസ്യമായി പറഞ്ഞു, പക്ഷേ ഘടകകക്ഷിയാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി ജമാഅത്തെ ഇസ്ലാമിയെ കൂടി വരുത്തുകയും ചെയ്യാം. അങ്ങനെ ഒരു വർഗീയ പാക്കേജാണ് ഈ UDF വിപുലീകരണത്തിൽ. തീർച്ചയായിട്ടും അജിബ് ഷാദ്, അതിനു മുമ്പ് എനിക്കൊരു വാചകം പി റജിക്ക് മറുപടിയായിട്ട് പറഞ്ഞു. അതായത് പി റജി മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 11 വർഷം, കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് അപ്രഖ്യാപിത BJPയുടെ ഘടകകക്ഷിയെ പോലെ പ്രവർത്തിക്കുന്നു. വിശദമായിട്ട് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ കാര്യങ്ങൾ പറയാം. ഇവിടെ ബ്രിട്ടാസ് സാറിന്റെ ഭാഷ പറഞ്ഞ രണ്ടാം ഗാന്ധിപഥം ഇന്ത്യൻ പാർലമെന്റ് നടക്കുമ്പോൾ, അതും തൊഴിൽ പദ്ധതിയായിട്ടും അതിന്റെ അലകും പഴവും എല്ലാം കൂടെ തകർത്ത് കളഞ്ഞ് നടക്കുമ്പോൾ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നിർണായക ചർച്ചാ സമയത്ത് ജർമ്മനിയിൽ ഉല്ലാസയാത്രയിലായിരുന്നു. അതായത് NDAക്ക് മഹാത്മാഗാന്ധി അത് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരാവും. അത് പറഞ്ഞാൽ ഉടനെ BJPയെ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥിരമായി വേണമെന്ന് പറയാൻ പോലും പറ്റില്ല. ഉടനെ പറയും BJPയെ സഹായിക്കാനാണെന്ന്. ഇത് എന്തൊരു വാദമാണ് കോൺഗ്രസ്. ഇത്രയും നിർണായകമായ ചർച്ചയിൽ നിന്നും അദ്ദേഹം ഒളിച്ചോടി. എന്തുകൊണ്ടാ ഇവർക്ക് അവസരം തുറന്നു കൊടുക്കുകയത്? ഞാൻ ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉളുപ്പുണ്ടോ? ഇദ്ദേഹം പ്രിയപ്പെട്ട രജി ഇവിടെ പറഞ്ഞ പാർലമെന്ററി മര്യാദ എന്നുള്ളത്. എന്നാൽ ആ പാർലമെന്ററി മര്യാദയെക്കാൾ വലിയൊരു പ്രോട്ടോകോൾ തന്നെ ലംഘിച്ചിരിക്കുന്നു നിങ്ങളുടെ അപ്രഖ്യാപിത ഘടകകക്ഷിയായിരുന്ന BJP. എന്താണെന്ന് അറിയാമോ? അതായത് ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനം മടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അന്ന് പ്രതിപക്ഷ നേതാക്കളെ കാണാനായിട്ടുള്ള അവസരം സാധാരണ രാഷ്ട്രപിതാക്കന്മാരെല്ലാം രാഷ്ട്രതലവന്മാർ വരുമ്പോൾ അത് പതിവാണ്. അവിടെ സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കാതെ കൊണ്ട് ഈ BJPക്ക് വേണ്ടി ഗീറ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ശശി തരൂരാണ് ക്ഷണിച്ച് നിങ്ങളെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു, ഇൻസൾട്ട് ചെയ്തു. നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഈ പറയുന്ന ചായ സർക്കാരിന് പോവും. 175 കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് ഇന്ന് റോബർട്ട് വധേരെ സ്വതന്ത്രനായോട് നടക്കുന്നത്. അത് നിങ്ങൾക്കറിയോ? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും 2 കേസിൽ ജാമ്യത്തിന്റെ ഔദാര്യത്തിലാണ് ഇപ്പൊ സ്വതന്ത്രമായി നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൈക്കൂലിയും ഇതുപോലെയുള്ള തട്ടിപ്പുകളും ഗാന്ധി വധത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ നിസ്സഹായ അവസ്ഥയാണെന്നുള്ളതാണ് വസ്തുത. എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രിയപ്പെട്ട റജിയെങ്കിലും ഈ പാർലമെന്ററി മര്യാദ എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിക്കരുത്. ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ലജ്ജിക്കുന്ന അപകാശമായ 2 കാഴ്ചകൾ എന്താണ്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നു, അതെന്താ പറഞ്ഞേ, ഘടകകക്ഷികൾ നിരവധി വരുന്നു, ഇടതുപക്ഷ സഹയാത്രികൾ ഉൾപ്പെടെ വരുന്നു, 3 പേരെ ഞങ്ങൾ എടുത്തു. ആരൊക്കെയാ? PV അൻവർ, നമ്മുടെ ജാനു, 3ാമത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ഇതിൽ 2ഉം 3ഉം കക്ഷികള് പ്രഖ്യാപിത സംഘപരിവാർ അനുഭാവികളാണ്. പക്ഷെ നാണം കെട്ടുപോയില്ലേ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തൊട്ടടുത്ത് തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ ആർക്കും കത്തും കൊടുത്തിട്ടില്ല, ഞാൻ അങ്ങോട്ട് പോകത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കി കേരളത്തിൽ. അപ്പൊ ഏത് സംഖ്യ കൈ കിട്ടിയാലും കൂടെ കൂട്ടി, സമ്മതമില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂട്ടും, ഞങ്ങൾ അവർക്ക് വലിയ എന്താ പറയാ, ഞങ്ങൾ അവരുടെ ദാസന്മാരാണ്, വോട്ട് തരുമെന്ന് പറയുന്നൊരു ഗതികെട്ട പാർട്ടി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരു സംഖ്യയുടെ മുമ്പിൽ പോലും നിങ്ങൾക്ക് നാണം കേട്ട് വന്നില്ലേ? എന്താ പ്രതിപക്ഷ നേതാവ് വന്നേ? അപേക്ഷിച്ച കത്തി അങ്ങനെ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരാധാകൃഷ്ണനെ കണ്ടു. അവരാദ്യം പറഞ്ഞു, എന്നെ കന്റോൺമെന്റ് ഓഫീസിൽ വന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തെളിവ് പുറത്തു വിടൂ എന്ന് ഒരു വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലെ 4 ആളുടെ വോട്ട് പോലും സംഘടിപ്പിക്കാൻ പറ്റാത്ത ഒരാളുടെ വായിൽ നിന്നും ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേട്ടതിന് അപ്പുറം ഒരു നാണക്കേട് നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ? അപ്പൊ ഒരു കാര്യം ഉറപ്പായി, നിങ്ങൾ അപ്രഖ്യാപിത NDAയുടെ ഘടകകക്ഷിയാണ്. ഒരു തർക്കമല്ല കാര്യത്തിൽ. അത് വളരെ വ്യക്തമല്ലേ ഈ ത്രിതല പഞ്ചായത്തിൽ കേരളം കണ്ടിരിക്കുന്നത്? വളരെ വ്യക്തമല്ലേ? അപ്പൊ നിങ്ങൾ എന്തിന്റെ പേരിലാണ് പാർലമെന്ററി മര്യാദയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വെള്ളം പൂശുന്നത്? അത് നിങ്ങളുടെ ഗതികേടല്ലേ? നിങ്ങൾ ആലോചിക്കേ. ഇനി വേറെന്ന്, വയനാട്ടിലെ MP ആരാ? രജി ഒന്ന് മറുപടി പറയാൻ പറ്റുമോ? അത് നിങ്ങളുടെ നേതാവാണ്, അപ്രഖ്യാപിത തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയങ്ക ഗാന്ധി. ആരുടെ വോട്ട് മേടിച്ചുകൊണ്ടാണ് അവർ പാർലമെന്റിലേക്ക് പോയത്? അതിൽ ബഹുഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ വോട്ടാണ് മേടിച്ചത്.
നിങ്ങൾക്ക് എന്ത് മറുപടി അവരോട് പറയാനുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര ലജ്ജാകരമാണ് രജി നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ അടികളോട് ചെയ്യുന്ന കൊടും വഞ്ചന, കൊടും ചതി, ലജ്ജാകരമായ നിലപാടുകൾ. എന്നിട്ട് നിങ്ങൾ CPM-നെ തകർക്കാൻ, CPM-ന്റെ വോട്ട് ഞങ്ങൾ തകർക്കും, ഇടതുപക്ഷ സഹയാത്രികരെ നിങ്ങളുടെ ഒപ്പം കിട്ടുമെന്നൊക്കെ പറഞ്ഞത് എന്ത് ന്യായത്തിന്റെ പേരില? ഒരു കാര്യം ഉറപ്പായി, ഏത് വർഗീയവാദിയെ വിളിച്ചുകൂട്ടി നാണം കെട്ടാലും ലജ്ജിച്ചാലും അവർ തിരിഞ്ഞു നിന്ന് അപമാനിച്ചാലും കുഴപ്പമില്ല. സകല സംഘപരിവാർ ശക്തികളും സകല വർഗീയവാദികൾ RSSകാരനെയും BJP-കാരനെയും CPM തകർക്കാൻ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നുള്ള ലജ്ജാകരമായ ചിത്രമല്ലേ ഇന്ന് കേരളം കണ്ടത്? രജിക്ക് നിഷേധിക്കാൻ പറ്റുമോ? രജിക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പാർട്ടി നിങ്ങളെ പോലുള്ളവർക്ക് നട്ടലുണ്ടെങ്കിൽ, നിങ്ങളെ പോലുള്ളവർക്ക് രാഷ്ട്രീയ നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ ഈ VD സതീശനോടും സണ്ണി ജോസഫിനോടും ചോദിക്കട്ടെ, നിങ്ങൾ എത്ര നാണക്കെട്ട ഇടപാടുകളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ജാനു 3 വർഷങ്ങൾക്ക് മുമ്പ് കൽപ്പറ്റ നടത്തിയ വാക്കുകൾ എന്താ നിങ്ങൾക്കറിയോ? നിങ്ങളെ കുറിച്ച് ഇനി അത് അവർ തെറ്റ് തിരുത്തിയത് കൂട്ടിക്കോ. പക്ഷേ നിങ്ങൾ ആ തെറ്റ് തിരുത്തിയതിന് ഉപ്പുറമായിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു കൊടും തെറ്റല്ലേ? വഞ്ചനയുടെ ചരിത്രം മാത്രമുള്ള സംഘപരിവാർ മാനസികാവസ്ഥ. മാത്രമല്ല, ഈ ആന്റണിയുടെ സമയത്ത് ഉള്ള പോലീസാണ് ആദിവാസികളെ ആ അർത്ഥത്തിൽ ക്രൂരമായി അടിച്ചൊടിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ഏക ചാനൽ കൈരളി ന്യൂസ് ആയിരുന്നു അന്ന്. ഞാനത് സത്യത്തിൽ അതിനെ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഇവരെ പോലെയുള്ളവര് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഈ പാവപ്പെട്ട പ്രിയപ്പെട്ട ഈ രജിയെ പോലുള്ളവർ ഇത് ന്യായീകരിക്കുന്നത് സത്യമാണ് ലജ്ജ തോന്നുന്നു. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇന്ന് നാണം കെട്ടത്? ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഗീർവാണം മുഴക്കിയ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മിനിറ്റുകൾക്ക് മുമ്പിൽ അപമാനത്തിലായത് എന്തിന്റെ പേരില? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതേ വ്യക്തി തന്നെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയില്ലേ? എന്നിട്ടെന്താ, എന്തിനാണ് ഈ പ്രതിപക്ഷ കള്ളം പറഞ്ഞത്? വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നു ഞാൻ അങ്ങനെ കത്ത് കൊടുത്തിട്ടുണ്ട്, പുറത്തുവിടൂ. അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൊടുത്തു, എങ്കിലും നിങ്ങൾ പുറത്തുവിടൂ എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് ഇത് കേരളത്തിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? മതേതരത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും കാവലാളായ വികസനത്തിന് ലോകമാതൃക സൃഷ്ടിച്ച ഒരു സർക്കാരിനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ കൂട്ടുകൂടുന്ന ആരോടാ? നാണമില്ലാതെ നിങ്ങൾ കൂട്ടുകൂടുന്ന ആരോടാ? നിങ്ങൾ ഇതിനൊക്കെ കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. നിങ്ങളിപ്പോ എവിടെയോ 3-4 വോട്ട് കിട്ടുന്നതിന്റെ പേരിൽ CPM-നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ CPM-നെ അങ്ങോട്ട് ഇല്ലാതാക്കാന്നുള്ള നിങ്ങളുടെ ശ്രമം ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഈ ശ്രീ ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന്. നോട്ടുകളിൽ നിന്ന് പോലും, ഇന്ത്യൻ രൂപയിൽ നിന്ന് പോലും ഗാന്ധിജിയുടെ രാഷ്ട്രപിതാവിന്റെ പേര് മീൻസ് ചിത്രം മാറ്റാനുള്ള കുൽസിത നീക്കം അണിയറയിൽ നടത്തുകയാണ് BJP. അതിനുശേഷവും കോൺഗ്രസിന്റെ നിലപാട് ഇത് തന്നെയായിരിക്കും അല്ലേ? ഒരു സംശയം വിചാരിക്കണ്ട. ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി വധം, ഗാന്ധി വധത്തിന് കൂട്ടുനിന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് മുങ്ങിയ ഈ പറയുന്ന പാർട്ടിയുടെ സമുന്നത നേതാവ് അത് ആ പാർട്ടിയുടെ ചൂടാറുന്നതിന് മുമ്പ് ചായ സർക്കാരിന് പങ്കെടുത്ത് നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുകയും പരസ്പരം ഇങ്ങോട്ട് പുകഴ്ത്തുകയും ചെയ്ത ലജ്ജയില്ലാത്ത ഈ പാർട്ടി ആ നമ്മുടെ നോട്ടിൽ നിന്ന് നമ്മുടെ ഗാന്ധിജിയുടെ പടം മാറ്റിയാൽ അത്ഭുതപ്പെടാനില്ല. ബഹുമാനപ്പെട്ട ബ്രിട്ടാസ് സാർ പറഞ്ഞപ്പോ ഞാനും ഭയന്നാ അത് കേട്ടത്. ലോകത്തിൽ അറിയപ്പെടുന്നത് ഇന്നും ഏത് രാജ്യത്ത് പോയാലും ചോദിച്ചാൽ ആർ യു ഫ്രം ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആദ്യം അവർ പറയുന്ന ഗാന്ധിജിയുടെ വരാം. ആ ഗാന്ധിജിയെ വെട്ടിക്കളഞ്ഞ് ഗോഡ്സെയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിന്റെ ഏതെങ്കിലും നരതൊട്ടപ്പന്റെ പേര് വെക്കാനായിട്ടുള്ള ശ്രമത്തിലും നിങ്ങൾ പറയും പിറ്റേ ദിവസം ചായ കുടിച്ചോണ്ട് ഞങ്ങൾ ഒരു ചായ സർക്കാരിൽ പങ്കെടുത്തു, അത് പാർലമെന്ററി മര്യാദയാന്ന് പറയും. നിങ്ങൾക്ക് യാതൊരു എളുപ്പമില്ല. അതല്ലേ നിങ്ങൾ 2020 ബീഹാറിൽ ചെയ്തത്? ഈ കഴിഞ്ഞ ഒറ്റ വാദം കൂടെ പറഞ്ഞോട്ടെ പെട്ടെന്ന്. അതായത് ഈ കഴിഞ്ഞ UP തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് രണ്ടാം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ 401 സീറ്റിൽ നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തി വഞ്ചിച്ച പാർട്ടിയല്ലേ നിങ്ങള്? നിങ്ങൾ കേരളമല്ല ഇന്ത്യയിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. നിങ്ങൾക്ക് യാതൊരു നാണമില്ല അതിന്. തീർച്ചയായും.